ഫുട്ബോളിൽ പലതരത്തിലുള്ള പ്രഷർ ഉണ്ടാകും. പെനാൽറ്റി എടുക്കുമ്പോൾ, ഫ്രീ കിക്ക് എടുക്കുമ്പോൾ, എന്തിന് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രഷർ ആയിരിക്കും. നമ്മൾ പലതരത്തിലുള്ള പ്രഷർ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മത്സരം തുടങ്ങുന്ന ആ വിസിൽ മുഴങ്ങുമ്പോൾ കിക്ക് ഓഫിൽ എന്ത് മാജിക് ആണുള്ളത്. അതെ, അതിലും ഒരു പ്രഷർ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നത്. സോ വീഡിയോ മുഴുവൻ കണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ലേൺ മോർ പ്രഷർ ഇൻ ഫുട്ബോൾ. മത്സരം തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഒരു കാം സ്റ്റാർട്ടാണ്. കിക്ക് ഓഫ് എടുത്ത് പിന്നിലേക്ക് പാസും ഷേപ്പ് സെറ്റ് ചെയ്ത് ബിൽഡപ്പും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ നടന്ന പാരീസ് ആൻഡ് ജർമ്മൻ ഈ മത്സരത്തിൽ ചെയ്തത് അതിന്റെ മറിച്ചായിരുന്നു. വിസിൽ മുഴങ്ങതും അവർ പന്ത് നേരെ ഒരു മൂലയിലേക്ക് അടിച്ചു. ആദ്യ നോക്കിൽ ഒരു ചെറിയ ഡിസിഷൻ പോലെ തോന്നും നമുക്ക്. പക്ഷെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അർത്ഥം സ്ലോലി ഏതൊരു ആരാധകനും മനസ്സിലായിട്ടുണ്ടാകും. ആ മാച്ച് കണ്ടവർക്കറിയാം ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഇൻ ദ ഫുട്ബോൾ ഹിസ്റ്ററി. ഇതൊരു ആക്സിഡന്റ് അല്ല, ഇത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. അവർ സേഫായി കൺട്രോൾ പിടിക്കാൻ ശ്രമിച്ചില്ല. അവർ ഗെയിം തുടക്കത്തിൽ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതവർ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും അവർ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മാച്ച് പ്രത്യേകിച്ച് ബയൺ മ്യൂണിക്കിനെ പോലെ ഒരു ഹൈ ലെവൽ ഓപ്പോണന്റിനെതിരെ ആളുകൾക്ക് ഇത് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഈ കിക്ക് ഓഫ് ലോങ് ബോൾ ഒരു പഴയ സ്റ്റൈൽ ഫുട്ബോൾ അല്ല, ഇതൊരു മോഡേൺ പ്രസിംഗ് ഫുട്ബോൾ ഫിലോസഫിയാണ്. ബാക്ക് പാസ് ചെയ്താൽ ഓപ്പോണന്റ് ഷേപ്പ് സെറ്റിലാകും, പ്രസ് ഓർഗനൈസും ചെയ്യും. പക്ഷേ ബോൾ നേരെ ഫ്ലാങ്കിലേക്ക് അടിച്ചാൽ ഇമ്മീഡിയറ്റ്ലി 50-50 സിറ്റുവേഷൻ. ഹൂ വിൻസ് ലൂസ് ബോൾസ് ഓൾ ദസ് ക്രിയേറ്റ് അൺസർട്ടിനിറ്റി. ആ അൺസർട്ടിനിറ്റി തന്നെയാണ് PSG എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരുടെ അറ്റാക്കേഴ്സ്, പ്രത്യേകിച്ച് ഉസ്മാൻ ഡെംബലെ, കവസ്തലിയെ പോലുള്ള പ്ലേയേഴ്സ്, ഇങ്ങനെയുള്ള താരങ്ങൾ പ്രഷർ അടിച്ച് അഡ്വാൻറ്റേജ് പിടിക്കും. ഇതോടെ ഗെയിം കൺട്രോൾ ട്രഡീഷണൽ പൊസിഷൻ വഴി അല്ല, PSG കൺട്രോൾ എടുക്കുന്നത് മൈൻഡ് സെറ്റിലൂടെയാണ്. ഇതവരുടെ കറണ്ട് ഐഡന്റിറ്റിയുടെ ഭാഗം. മുമ്പ് PSG കുറിച്ച് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റാർസ് ആണ് ഡിസ്കഷൻ. പക്ഷെ ഇപ്പോൾ അവർ ഒരു സ്ട്രക്ചേർഡ് യൂണിറ്റ് ആണ്. മിഡ്ഫീൽഡിൽ വിറ്റീനയും ഫാറൻസെറ എമറയും ടെമ്പോ നിയന്ത്രിക്കുന്നു. ട്രാൻസിഷൻ ക്വിക്ക് ആകുന്നു. അറ്റാക്ക് വിടുത്തുപയോഗിച്ച് സ്ട്രെച്ച് ചെയ്യുന്നു. ഡിഫൻസ് കൺസ്റ്റന്റ് പ്രഷറിലാക്കും. കിക്ക് ഓഫ് പോലുള്ള ചെറിയ മൊമെന്റ്സിൽ പോലും അവരുടെ ടാക്ടിക്കൽ ക്ലാരിറ്റി കാണിക്കുന്നു. മാച്ച് എല്ലാം അവർ മൊത്തത്തിൽ കൺട്രോൾ ഏറ്റെടുക്കുന്നു. ഈ അപ്രോച്ച് ബയണിനെതിരെ മാച്ചിൽ വ്യക്തമായി കാണപ്പെട്ടു. തുടക്കത്തിൽ തന്നെ PSG ടെമ്പോ സെറ്റ് ചെയ്തു. പക്ഷെ ബയണിന് സെറ്റിലാവാൻ സമയം കൊടുത്തില്ല. പ്രസ് ബ്രേക്ക് ചെയ്യാൻ അവർ സ്ട്രഗിൾ ചെയ്തു. മിഡ്ഫീൽഡ് കൺട്രോൾ നഷ്ടപ്പെട്ടു. അതിന്റെ ഫലം ഗോൾസ് ആയി മാറി. പക്ഷെ അതേസമയം മാച്ചിന്റെ അവസാന ഭാഗം ഒരു വാർണിംഗ് ആയി നിന്നു. ഹാരി കെയ്ൻ ലീഡ് ചെയ്ത് ബയൺ കംബാക്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു കാര്യം അണ്ടർലൈൻ ചെയ്യുന്നു. PSG സ്റ്റൈൽ എഫക്റ്റീവ് ആണ്, പക്ഷെ റിസ്ക് ഇല്ലാത്തതല്ല. ഹൈ ഇന്റൻസിറ്റി, അഗ്രസീവ് പ്രസിംഗ്, ക്വിക്ക് ട്രാൻസിഷൻ, ഓൾ ദസ് ഗീവ് എ ഡൊമിനൻസ്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ഓപ്പോസിഷൻ തിരിച്ചടിക്കും. ഇതുകൊണ്ടാണ് വലിയ ചോദ്യം ഇവിടെ വരുന്നത്. PSG ഇതിനകം ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമാണ്. ഇപ്പോഴത്തെ ഫോമും ടാക്ടിക്കൽ ക്ലാരിറ്റിയും നോക്കുമ്പോൾ അവർ വീണ്ടും കണ്ടക്ടർ ആണ്. പക്ഷെ ഈ ടൂർണമെന്റ് വിൻ ചെയ്യാൻ എനർജി മാത്രം പോരാ. കൺട്രോൾ, ഡിസിപ്ലിൻ, ഗെയിം മാനേജ്മെന്റ് ഓൾ ദസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. PSG ഇപ്പോൾ ഫിയർലെസ് ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്. പക്ഷെ ചില സമയങ്ങളിൽ അവർ ഗെയിം സ്ലോ ചെയ്ത് കിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി കാണിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതേ അഗ്രഷൻ തന്നെ അവർക്കെതിരെ ടേൺ ആകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ബയൺ പോലെയുള്ള ഫിസിക്കൽ ടീം. അവസാനം കിക്ക് ഓഫിലെടുത്ത ആ ലോങ് ബോൾ ഒരു ചെറിയ ഡീറ്റെയിൽ പോലെ തോന്നിയാലും അതൊരു വലിയ പിക്ചറുടെ റിഫ്ലക്ഷൻ ആണ്. PSG ഇപ്പോൾ സേഫ് ഫുട്ബോൾ കളിക്കുന്ന ടീമല്ല, അവർ മാച്ച് ഡീആക്റ്റീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ടീമാണ്. പക്ഷെ ആരാധകർക്കിടയിലെ ചോദ്യം ഇപ്പോഴും ഒന്നാണ്, PSG വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ടു ബാക്ക് എടുക്കുമോ? കാത്തിരിക്കാം, ഈ ഒരു സീസൺ അതിന്റെ ആൻസർ ആകും. സോ നമുക്ക് കാത്തിരിക്കാം നെക്സ്റ്റ് മാച്ച് ഫോർ PSG വേഴ്സസ് ബയൺ മ്യൂണിക്ക്. ലൈറ്റ് ഓൺ സീ.